അപ്പം നമ്മൾ നല്ലൊരു ഭക്ഷണം ഓർഡർ ചെയ്തു, നല്ലൊരു മന്തി. ഇത് അവിടെ നല്ലൊരു ഹോട്ടലൊക്കെ ഉണ്ട് ഇതിൻ്റെ മുമ്പിൽ. ഇവിടെ നല്ലൊരു മന്തിയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ അത് തിന്നണം എന്നൊക്കെ നമ്മൾ വിചാരിച്ച് പാർസലൊക്കെ വാങ്ങി. ഏതായാലും യേശസ്കാരം കഴിഞ്ഞ് വാപ്പ വന്നിട്ട് തിന്നാന്ന് വിചാരിച്ചു. എല്ലാവരും വാപ്പ പള്ളിയിൽ നിന്നൊക്കെ വന്നിട്ട് നമുക്ക് തിന്നാൻ വേണ്ടി നമ്മൾ അതിങ്ങനെ പൊട്ടിച്ചാതെ അവിടെ വെച്ചേക്കാണ്. എല്ലാവരും ഇങ്ങനെ കുട്ടികളൊക്കെ അതിൻ്റെ അടുത്ത് ഇങ്ങനെ പോയി തൊട്ടൊക്കെ നോക്കുന്നുണ്ട്, ചൂടൊക്കെ ഉണ്ടോ, ചൂടാറുന്നുണ്ടോ. അപ്പം ഉമ്മ പറഞ്ഞു വാപ്പ പള്ളിയിൽ നിന്ന് വന്നിട്ട് പൊട്ടിച്ചാന്ന് പറഞ്ഞ് വെച്ചേക്കാണ്. അങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ട് വാപ്പാനെ കാണില്ല. സാധാരണ വരുന്ന നേരായിട്ടും വാപ്പ വരുന്നില്ല. അങ്ങനെ അന്വേഷിച്ചും വാപ്പാക്ക് ചെറിയ നെഞ്ചുവേദന ഉണ്ടായി. വാപ്പാനെ ആസ്പത്രിക്ക് കൊണ്ടുപോയി. അങ്ങനെ അവിടുന്ന് ECG എടുത്തപ്പം ചെറിയ അറ്റാക്കാണ്, ഇപ്പം എന്തോ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം. അങ്ങനെ ഒക്കെ കൂടി കഴിഞ്ഞ് രാത്രി 10 മണിയായി. ആൻജിയോപ്ലാസ്റ്റി ഒക്കെ കഴിഞ്ഞ് ICUക്ക് ഒന്ന് മാറ്റിയപ്പോൾ നമ്മളെ മന്തിൻ്റെ പൊതി ഇപ്പോഴും പൊട്ടിച്ചിട്ടില്ല. ഇപ്പോൾ ആർക്കും മന്തി വേണ്ട, ബിരിയാണി വേണ്ട, ഒന്നും വേണ്ട. വാപ്പൊന്ന് ICUന്ന് പെരേക്ക് എത്തി കിട്ടിയാൽ മതി. എന്തേ മന്തിക്ക് ടേസ്റ്റ് കുറഞ്ഞോ? എന്താ പ്രശ്നം? നമുക്ക് കുറേ ഷർത്തുകളുണ്ട്. നമ്മളെ മാനസികമായിട്ടുള്ള, ശാരീരികമായിട്ടില്ല. അല്ലെങ്കിൽ നല്ലൊരു പള്ളിയിലിരുത്തനുണ്ടായി, നല്ല ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കണ നേരത്താണ് നല്ലൊരു വയറുവേദന വന്നു അല്ലേ. നമ്മളിപ്പോൾ നല്ലൊരു ടൂറൊക്കെ പോയി, കാശ്മീർക്ക് ടൂർ പോയി. അവിടെ ട്രെയിന് വന്ന് ഇറങ്ങിയപ്പോൾ ഭയങ്കര പള്ളിയിലിരുത്തം. കാശ്മീർ വേണ്ട, പെരീക്ക് എത്തി കിട്ടിയാൽ മതി എന്നുണ്ടാവും. എന്തേ കാശ്മീർ അവിടെ അല്ലേ, ബാൽത്തടാക അവിടെ അല്ലേ, എന്തേ സന്തോഷത്തിന് എന്താ പ്രശ്നം? അപ്പം നമ്മളെ സന്തോഷത്തിന് ദുനിയാവിൽ കുറേ ഷർത്തുകളുണ്ട്. അതൊക്കെ ശരിയാവുമ്പോഴേ സന്തോഷം ഉണ്ടാവുള്ളൂ. എന്നാൽ ഇവിടെ ഉപയോഗിക്കുന്ന ലഹരി, ഇപ്പം നല്ല കഞ്ചാവ് അടിച്ചിരിക്കണ ഒരാൾ, ഓൻ്റെ വാപ്പ മരിച്ചു പറഞ്ഞാൽ ഓൻ ചിങ്ങ ചിറിച്ചു. അതെന്താ കാരണം? ഓനത്ത് വാപ്പ. അപ്പം അതാണ് ഓന് സന്തോഷിക്കാൻ പറ്റും. അപ്പം അതാണ് ലഹരിൻ്റെ പ്രത്യേകത. അങ്ങനത്തെ ഒരു സന്തോഷമാണ് ലഹരി നമുക്ക് നൽകുന്നത്. ബാക്കിയെല്ലാം നമ്മൾ മറക്കും. എല്ലാ പ്രയാസമൊന്നും, പിന്നെ ഒരു സങ്കടമൊന്നും ഉണ്ടാവില്ല, ഫുൾ സന്തോഷം മാത്രം. അപ്പോൾ ആളുകൾ മദ്യം ഉപയോഗിക്കുന്നു, മയക്കുമരുന്നുകൾ വളരെ വ്യാപകമാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ. ഒരു കുട്ടീനെ സർജറിക്ക് കൊണ്ടുവന്ന ഒരു ചെറിയ പയ്യനെ, അപ്പോൾ അവൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എല്ലായിടത്തും പോയി തല്ലുണ്ടാക്കും. പണ്ടൊക്കെ നമുക്ക് ഈ കഞ്ചാവ് എന്ന് പറഞ്ഞാൽ ഇന്ന ആൾ കഞ്ചാവാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. കുപ്പായൊക്കെ കഴിച്ചിട്ട് കണ്ട് ഓൻ കണ്ടാൽ തന്നെ അറിയാം ഓൻ കഞ്ചാവാണെന്ന്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് MDM അടിക്കണോ നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല. പെരിയിൽ ഉമ്മാക്ക് മനസ്സിലാണില്ല മോൻ MDM ഉപയോഗിക്കുന്നുണ്ട് എന്ന്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് ഒരു CCTV ചിത്രം കാണിച്ചെന്നു. എന്താ പറയുക, പള്ളിൻ്റെ മുമ്പിലാണ് വീട്. അപ്പോൾ രാത്രി CCTVയിൽ എന്താ കാണുന്ന അറിയോ, പള്ളിൻ്റെ തൊടുവിൽ 2 ആൾക്കാർ വന്നിട്ട് സാധനം കുഴിച്ചിടുക. വേറെ സമയത്ത് 2 ആൾക്കാർ വന്നാൽ മാന്തി കൊണ്ടുപോവുക. അപ്പോൾ സാധനം MDM ആണ്. നല്ല പറ്റിയ സ്ഥലമാണ് പള്ളിത്തൊടു, ആരും തിരഞ്ഞു തരൂലല്ലോ. അപ്പോൾ അത്തരത്തിൽ മദ്യവും ഇതേപോലത്തെ ലഹരികളും വ്യാപകമാണ്. അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ നമ്മളെ തലച്ചോറിൽ മാറ്റം ഉണ്ടാകും. നമ്മൾ നേരത്തെ പറഞ്ഞ നമുക്കുണ്ടാകുന്ന ഈ ചെറിയ ചെറിയ സന്തോഷത്തിന് കാരണമായ ഈ ഹോർമോണുകൾ വലിയ അളവിലുണ്ടാവും. സന്തോഷത്തിൻ്റെ ഒരു പെരുമഴയാണ് പെയ്യുക. നമുക്ക് പല 1-2 ഒക്കെ ഹോർമോൺ വന്നാൽ തന്നെ നമുക്ക് സന്തോഷം ഉണ്ടാവും. അതിന് പകരം ഒന്നായിട്ടും ഇങ്ങോട്ട് വരിക ചെയ്യുക. അപ്പോൾ പെരും സന്തോഷമായിക്കാരം. പക്ഷെ ഇതിൻ്റെ ഏറ്റവും വലിയ ദുരന്തം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഉപയോഗിക്കുന്ന ആളുകൾ അവരവസാനം എത്തിപ്പെടുക എവിടെയാണ്? നിരാശയിലും ആത്മഹത്യയിലുമാണ്. അമിതമായി മദ്യപിക്കുന്ന ആളുകളാണെങ്കിലും ലഹരി ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിലും കുറച്ച് കഴിയുമ്പം നിരാശ ബാധിക്കും. ആത്മഹത്യയെപ്പറ്റി ആലോചിക്കും. കാരണം എന്താ വെച്ചാൽ ഈ മരുന്ന് ഉപയോഗിക്കുന്ന സന്ദർഭത്തിൽ മാത്രമേ സന്തോഷം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ സന്തോഷം അവസാനിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ആശുപത്രിയിൽ 4ാമത്തെ നിലയിലും കയറി ആശുപത്രിയുടെ മുകളിൽ കയറിയിട്ട് ഒരാൾ ചാടാൻ നിൽക്കുകയാണ് താഴത്തേക്ക്, രാത്രി 11:30 മണിക്ക്. അപ്പോൾ അയാൾ MDM ഉപയോഗിക്കുന്ന ആളാണ്. അയാൾ ആത്മഹത്യക്ക് ശ്രമിക്കുകയാണ്. അങ്ങനെ അയാളെ നമ്പറൊക്കെ സംഘടിപ്പിച്ചിട്ട്, അയാളെ വാപ്പാൻ്റെ നമ്പർ സംഘടിപ്പിച്ച് വീട്ടിലേക്ക് വിളിച്ചു. നിങ്ങളെ മോൻ ഇവിടെ ഇതിൻ്റെ മേലെ കയറി ഇപ്പം ചാടും നിറഞ്ഞ് നിൽക്കണം, നിങ്ങളൊന്നും കൂടി വരികയായിരുന്നു. ഓൻ്റെ വാപ്പ എന്താ പറഞ്ഞോ, ഓൻ ചാടിയാണ് ചത്തോട്ടെ, ഈ ഫോണിക്ക് ഇഞ്ഞ് വിളിച്ചണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മകല്ലാന്ന് ഓൻ്റെ കാര്യം പറഞ്ഞ് ഈ ഫോണിക്ക് ഇഞ്ഞ് വിളിച്ചണ്ടെന്നാണ്. അപ്പം എന്തേ സഹോദരങ്ങളെ, ഇത്രയും ഒരു പിതാവ് ഒരു മകനെ പറ്റി, അവൻ എൻ്റെ മകനല്ല, ഈ ഫോണിലേക്ക് ഇനി വിളിക്കേണ്ടതില്ല എന്ന് പറയാൻ മാത്രം ആ പിതാവ് എന്തുകൊണ്ടാണ് ആ മകനെ വെറുത്തത്? അല്ലെങ്കിൽ ഇങ്ങനെ MDM ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ എന്തുകൊണ്ടാണ് അയാൾ
5ാമത്തെ നിലയിൽ നിന്ന് ചാടാൻ ശ്രമിക്കുന്നത് എന്തിനാണ്? എന്താ പായക്ക് മരിക്കണം തോന്നുന്നത്? സന്തോഷം കിട്ടുകയാണെങ്കിൽ മരിക്കണം തോന്നുന്നു. കാരണം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ സന്തോഷം അവസാനിച്ചില്ലേ? അപ്പൊ അതാണ് ഇതിൻ്റെ പ്രശ്നം. ഇത് താൽക്കാലികമായിട്ട് ഈ സന്തോഷം നിലനിൽക്കുള്ളൂ. അതതിൻ്റെ ആ ഡോസ് കഴിയുമ്പം വലിയൊരു വരൾച്ചയിലേക്കാണ് പോവുക. സന്തോഷം തീരല്ലാത്തൊരവസ്ഥയിലേക്ക്, സങ്കടത്തിലേക്കും നിരാശയിലേക്കും ആത്മഹത്യയിലേക്കുമാണ് ആളുകൾ എത്തിച്ചേരുക. പിന്നെ അവരുടെ കുടുംബജീവിതമൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മതി. കുടുംബത്തിൽ ആർക്കും ഇഷ്ടമുണ്ടാവില്ല. സുഹൃത്തുക്കൾക്ക് ജോലി സ്ഥലത്ത് കൃത്യമായി ഉത്തരവാദിത്തം ഉണ്ടാവില്ല, ജോലി കൃത്യമായി ചെയ്യൂല, അവിടെയും പ്രശ്നമായിരിക്കും, കുടുംബത്തിൽ പ്രശ്നമായിരിക്കും. അങ്ങനെ സമൂഹത്തിലും കുടുംബത്തിലുമൊക്കെ വെറുക്കപ്പെട്ട ഒരവസ്ഥയിലാണ് ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടാകുക. അപ്പൊ ഇവർ പറയുന്നതോ ചെറിയ ഡോസ് ഉപയോഗിച്ചാൽ മതി, കൂടുതൽ ഉപയോഗിക്കരുത്. ഇത് ഒരു ചെറിയ അളവിൽ മദ്യമാണെങ്കിലൊക്കെ അങ്ങനെ ഉപയോഗിച്ചാൽ ഒരു നല്ലതാണ്, നല്ല ചിന്തകളൊക്കെ ഉണ്ടാവും. അങ്ങനെ ചെറിയ ഡോസും എങ്ങനെ ഇത് നിർത്തുക? നിങ്ങൾ ഈ മദ്യപാനികളായ മാറിയ സമൂഹത്തിൽ ലഹരി ഉപയോഗിച്ച് അതിന് അഡിക്റ്റഡായ ആളുകളെ നമ്മൾ കാണുമ്പോൾ പരിശോധിക്കുമ്പം അവരൊന്നും ഒരിക്കലും അഡിക്റ്റ് ആകണമെന്ന് വിചാരിച്ച് മദ്യപിക്കാൻ തുടങ്ങിയവരോ ലഹരി ഉപയോഗിക്കാൻ തുടങ്ങിയവരല്ല. ഒരു സന്തോഷത്തിന് വേണ്ടി അല്ലെങ്കിൽ സുഹൃത്തുക്കളൊക്കെ ഒന്നിച്ച് കൂടിയപ്പം എന്താ അതിൻ്റെ ഒരു എങ്ങനെ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയൊക്കെ ഉപയോഗിച്ച ആളുകളാണ്. അവരാരും അഡിക്റ്റഡ് ആണെന്ന് വിചാരിച്ച് തുടങ്ങിയവരല്ല. പക്ഷെ അവർ ആ അഡിക്ഷൻ്റെ അവസ്ഥയിലേക്ക് എത്തി. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒരു സാധാരണ ഒരു തമാശക്കാണെങ്കിൽ ഒരു സീരിയസ് ആയിട്ടുള്ള ആലോചിക്കാനുള്ളൊരു കഥ പറയാറ്. ഒരു ഫ്ലൈറ്റിൽ 3 ആളുകൾ ഇരുന്ന് മദ്യപിക്കണം. ഞാൻ അതിൻ്റെ ചില ആൾക്കാർ പറയും നിങ്ങളോടെന്ത് ചെറിയ ഡോസിൽ കുഴപ്പമില്ലാന്ന്, അത് ഡോസ് കൂടുമ്പോഴേ പ്രശ്നമുള്ളൂ. അപ്പോൾ 3 ആളുകൾ ഇരുന്ന് മദ്യപിക്കുകയാണ് ഫ്ലൈറ്റിൻ്റെ ബിസിനസ് ക്ലാസ്സിൽ ഇരുന്നിട്ട്. ഒന്ന് ഒരു മലയാളിയാണ്, ഒന്നൊരു സായിപ്പും, ഒന്നൊരു ജപ്പാൻകാരനുമാണ്. 3 ആളും തുല്യ അളവിലാണ് മദ്യം കഴിച്ചത്. അപ്പോൾ സായിപ്പ് ഒരു പുസ്തകമൊക്കെ വായിച്ചിങ്ങനെ ഇരിക്കുകയാണ്, ഇംഗ്ലീഷ് പുസ്തകമൊക്കെ. ജപ്പാൻകാരൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ തല ചായ്ച്ച് ഉറങ്ങി. മലയാളി ഓൻ്റെ സീറ്റിൽ നിന്ന് ഇങ്ങോട്ട് നീച്ചു. എന്നിട്ടോ പൈലറ്റിൻ്റെ അവിടെ പോയി മുട്ടി. വിമാനം പറത്തണം എന്നാണ്. 3 ആളും ഒരേ ഡോസിലാണ് കുടിച്ചത്. അപ്പോൾ ഈ ഡോസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് തീരുമാനിക്കാൻ പറ്റൂല. അത് തുടക്കത്തിൽ ചെറിയ ഡോസാണെങ്കിലും പിന്നെ നമ്മളെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നത്. അപ്പം അതുകൊണ്ട് അതൊന്നും ന്യായമല്ല. ഈ അഡിക്ഷനെ പറ്റി നമ്മൾ കൃത്യമായിട്ട് ഇന്ന് അതിൻ്റെ എല്ലാ ന്യൂറോ ഫിസിയോളജിയൊക്കെ അപഗ്രഥിച്ചുകൊണ്ട് അതിൻ്റെ വിശഗ്വരന്മാരായ ആളുകൾ കൃത്യമായി പഠനം നടത്തിയിട്ടുണ്ട്. അപ്പം അവർ പറഞ്ഞാൽ എന്താ പറയുക, ചെറിയ ഡോസിലാണെങ്കിലും അത് അഡിക്റ്റീവാണെന്നാണ്. അതായത് വീണ്ടും ഉപയോഗിക്കണം എന്ന് തോന്നും. നമ്മളെ തലച്ചോറിൽ ഒരു റിവാർഡ് എന്ന് പറഞ്ഞ സംഭവം പടച്ചോൻ സംവിധാനിച്ചു വെച്ചതാണ്. സ്വർഗമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്രതിഫലം കിട്ടും. ഒരു പ്രതിഫലം കിട്ടുന്ന കാര്യം അത് ഒരു ചെറിയ ഈ ദുനിയാവിന് നമുക്കൊരു സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണെങ്കിൽ അത് വീണ്ടും ചെയ്യാനുള്ള ഒരു പ്രവണത ഉണ്ടാവും. ഒന്ന് വീണ്ടും ചെയ്തു നോക്കാം. ഒരു കാഴ്ച കാണുമ്പോൾ, ഒരു മോശമായ കാഴ്ച കാണുമ്പം ഒരു നൈമിഷികമായ സന്തോഷം, ആനന്ദം കിട്ടുമെങ്കിൽ വീണ്ടും ഒന്ന് കണ്ടു നോക്കാം. ഒരു ശ്രമം നമ്മളെ ശരീരത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. അപ്പം അതാണ് ആ ഒരു മോശമായ, ഇപ്പം മൊബൈലിലൊക്കെ ആളുകൾ ഇന്ന് അഡിക്ഷൻ എന്ന് പറയുമ്പം ലഹരി മാത്രമല്ല, വളരെ മോശമായ ചിത്രങ്ങളും സിനിമകളും ഒക്കെ മൊബൈലിൽ കണ്ട് നമ്മളെ യുവതലമുറ പോണോഗ്രഫിക്ക് അടിമപ്പെട്ടിരിക്കുകയാണ്. അപ്പം അവിടെ എന്താണ്, ഒരു നോക്ക് കാണുമ്പോൾ, ഒരു കാഴ്ച കാണുമ്പോൾ ആ മോശമായ ചിത്രം നമ്മളെ തലച്ചോറിൽ പതിയാണ്. അത് പതിയുമ്പോൾ നമുക്ക് ആളുകൾക്ക് നൈമിഷികമായ ഒരു സന്തോഷവും ആനന്ദവും ഉണ്ടാവും. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും അത് കാണണമെന്ന് തോന്നുകയാണ്. അതിൽ സംവിധാനങ്ങൾ ഇന്നുണ്ട്, എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട്, എല്ലായിടത്തും നെറ്റുണ്ട്. അപ്പം അതുകൊണ്ട് അത് വളരെ എളുപ്പത്തിൽ ആളുകൾക്ക് കിട്ടും. അപ്പം അത് കാണുമ്പോൾ അപ്പം അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം എന്താണ്? കുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സ്വാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും. നിങ്ങളുടെ ദൃഷ്ടികൾ താഴ്ത്തണം എന്നാണ്, നോക്കരുത് എന്നാണ്. ആ കാഴ്ച കാണുമ്പോൾ തലച്ചോറിലേക്ക് പതിയുന്നതോടുകൂടിയാണ് ആ പരിപാടി തുടങ്ങുന്നത്. അതിൻ്റെ ആ ചാനൽ അങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ സ്റ്റാർട്ടിങ് അവിടെയാണ്. അത് തന്നെ ബ്ലോക്ക് ആക്കണമെന്നാണ് അള്ളാഹ് പറഞ്ഞത്. കാരണം നമ്മളെ സൃഷ്ടിച്ച, നമ്മളെ തലച്ചോറിനെ സംവിധാനിച്ച, നമ്മളെ തലച്ചോറിലെ രാസമാറ്റങ്ങളെയൊക്കെ സംവിധാനിച്ച സൃഷ്ടികർത്താവായ റബ്ബുൽ ആലമീനായ അള്ളാഹുവാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. കാരണം റബ്ബാണ് നമുക്ക് പറഞ്ഞു തരേണ്ടത്. അത് സംഭവിക്കാതിരിക്കാൻ അതിലേക്ക് നോക്കരുത് എന്നാണ്. ലഹരിയെ പറ്റി എന്താ പറഞ്ഞത്? ലഹരി ഉണ്ടാക്കുന്നത് അത് എത്ര ചെറിയ അളവിലാണെങ്കിലും അത് നിഷിദ്ധമാണെന്നാണ്.
നിഷിദ്ധമാണ്. അപ്പോൾ ചെറിയ അളവിൽ പോലും അത് ഉപയോഗിക്കാൻ പാടില്ല. ഇത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു വിഷയമാണ്. നമ്മൾ ചുറ്റുമുള്ള ആളുകൾ, നമ്മൾ പണ്ടൊക്കെ നമ്മളെ നിറം മണം ആളൊക്കെ കണ്ടാൽ മനസ്സിലാവും. ഇത് നമുക്ക് അറിയില്ല. നമ്മളെ വീട്ടിലുള്ള ആൾക്ക് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം സർജറിക്ക് വന്ന ഒരു രോഗി ഈ എല്ലായിടത്തും പോയി കച്ചറ ഉണ്ടാവുന്നുണ്ട്. ഇവന് ഒരു പയ്യനാ. അപ്പോൾ അടി ഉണ്ടായിട്ട് ഇവൻ്റെ ഷോൾഡർ ഇടക്കിടക്ക് എണുപ്പിന്ന് വിട്ടു പോവുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് സർജറി ചെയ്യുന്നത്. അപ്പോൾ ഈ സർജറി ഈ ഉമ്മ പറഞ്ഞാൽ എന്താ പറയുക, ഇവന് +2 മുതൽ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നാണ്. ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർത്ത് അവിടെ ഇടക്കിടക്ക് തല്ലുണ്ടാവും. കോളേജിൽ തല്ലുണ്ടാവണമെന്നൊക്കെ അടി ബനാ കിട്ടുക. എന്നും അടി വാങ്ങലാണ് എൻ്റെ പണി. അങ്ങനെ ഞാൻ സർജറിക്ക് ചെയ്ത് ആ റൂമിക്ക് കയറി ചെല്ലുമ്പോൾ വേറൊരു ചങ്ങായിണ്ട് ആ റൂമിൽ കമിഴ്ന്ന് ഇങ്ങനെ കിടക്കും. സാധാരണ നമ്മൾ ഡോക്ടർമാരുടെ റൂമിക്ക് ചെല്ലുമ്പോൾ എന്താ ഉണ്ടാകുക, എല്ലാവരും നീച്ച് നിന്നിട്ടില്ലെങ്കിലും കിടക്കണോലൊക്കെ ഒന്ന് നീച്ച് കുത്തിരിക്കെങ്കിലും ചെയ്യുമല്ലോ. ഇപ്പം അങ്ങനെ കമിഴ്ന്ന് കിടക്കുകയാണ്. നമ്മൾ വന്ന് അറിഞ്ഞിട്ടില്ല, അറിയണല്ലോ, വേറൊരു ലോകത്താണ്. അപ്പോൾ ഉമ്മാക്ക് ഒരു വിഷമം. ഉമ്മ എന്നോട് പറയാണ്, ഇവനും അതിൻ്റെ ആളാണ്. ഏത് 9ാം ക്ലാസ്സിൽ പഠിച്ചണോനാണ് ആ കിടക്കണത്. ഓനും കാക്കാൻ്റെ ഒപ്പം അതിൻ്റെ ആളാണ്, ലഹരിൻ്റെ ആളാണ്. അതാണോ നീച്ചാത്തത്? ഇത് ഇവിടെ സഹോദരങ്ങളെ മലപ്പുറം ജില്ലയിലെ കാര്യമാണ് ഞാൻ പറയണത്. ഇത് ഇവിടെ അമേരിക്കയിലും ഓക്സ്ഫോർഡിലും മറ്റേ ന്യൂയോർക്കത്തെ കാര്യമല്ല പറയണത്, നമ്മളെ മലപ്പുറം ജില്ലയിലെ കാര്യമാണ് പറയണത്. അപ്പോൾ ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അതാണ്, ഈ ദുനിയാവിൻ്റെ അപ്പുറത്തേക്കൊരു ജീവിതമില്ല. ഇവിടെ പരമാവധി അടിച്ചു പൊളിക്കുക, ഇവിടെ പരമാവധി സന്തോഷിക്കണം, ആനന്ദിക്കണമെന്ന്. അപ്പോൾ നമ്മൾ ജീവിതത്തിൻ്റെ ലക്ഷ്യം കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കൽ മാത്രമേ മാർഗുള്ളൂ. ഈ അമേരിക്കയിലും ഇംഗ്ലണ്ടിലൊക്കെ ഇത്രയും അധികം ആളുകൾ ഡ്രഗിനും മരുന്നിനൊക്കെ അടിമപ്പെട്ട് ഡി അഡിക്ഷനൊക്കെ ആയിട്ട് കുടുംബമൊന്നുമില്ലാതെ ഫ്ലാറ്റുകളാണ്. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞാൽ എന്താ പറയുക, അവിടെ വലിയ വലിയ നമ്മളവിടെ ഇങ്ങനെ നിങ്ങൾ കോഴിക്കോടൊക്കെ കാണുന്ന മരുത്ത് വലിയ ഫ്ലാറ്റില്ലേ, അതിലൊക്കെ ഡ്രഗ് അഡിക്റ്റുകൾക്കുള്ള ഫ്ലാറ്റുകളാണോ ചില ഫ്ലാറ്റുകളൊക്കെ. അവിടെ സെക്യൂരിറ്റി ഉണ്ടാവും, അവർക്ക് കുടുംബമല്ല, ഫാമിലി ഇല്ല, ഭാര്യയൊക്കെ ഒഴിവാക്കി കുടുംബത്തുനിന്ന് പുറത്ത് അവരിങ്ങനെ മാത്രം അവരെ സർക്കാർ ഇങ്ങനെ നോക്കി നടക്കണം, നോക്കി അവരെ ചികിത്സിക്കുക. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് അവിടെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇവരെ നമ്മൾ എങ്ങനെ പറഞ്ഞാൽ എന്തിൽ നിന്ന് എന്തുകൊണ്ടാണ് ഇത് ഉപയോഗിക്കരുത്. നമ്മുടെ ജീവിതത്തിലെ കുറേ പ്രശ്നങ്ങൾ, നിങ്ങൾ ഉപയോഗിച്ചാൽ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടും, ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് വേറെ അറ്റാക്ക് വരും, കൊക്കൈൻ ഉപയോഗിച്ചാൽ മറഡോണ മരിച്ച പോലെ അറ്റാക്ക് ഉണ്ടായിട്ട് മരിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞെടുത്താൽ മരിച്ചോട്ടെ എന്താ പ്രശ്നം? അപ്പൊ അതാ സഹോദരങ്ങളെ, ഒന്നും ഒരു പരിഹാരമല്ല. അവർ എന്തവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. അതുകൊണ്ട് ജീവിതത്തിന്റെ ലക്ഷ്യം കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളെ മാറ്റാൻ സാധ്യമല്ല. അവരൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുന്നത് എന്താ വെച്ചാൽ അത് മാറാൻ കഴിയില്ല, അത് അഡിക്ഷൻ വന്നാൽ വളരെ ബുദ്ധിമുട്ടാണെന്നാണ്. ഒരിക്കലുമില്ല സഹോദരങ്ങളെ. മനുഷ്യന്റെ മനസ്സിനെ സംവിധാനിച്ച അള്ളാഹു കൃത്യമായിട്ട് ആ ഒരു ഏകദൈവ വിശ്വാസം, ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, ഞാൻ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം മാറ്റം സാധ്യമാണ്. എത്ര തന്നെ അയാള് അതിൽ ഇൻവോൾവ്ഡ് ആണെങ്കിലും അത് മാറണമെന്നൊരാൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ അത് മാറാൻ സാധിക്കും. ഇവിടുത്തെ പ്രശ്നം എന്താ, ഞാൻ എന്തിനു മാറണം എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് മാറാൻ പറ്റാത്തത്. ഞാൻ എന്തിനു മാറണമെന്ന് കൃത്യമായി ബോധ്യപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് മാറുക എന്നത് വളരെ എളുപ്പമാണ്. കാരണം എന്താ വെച്ചാൽ ഈ ജീവിതത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, അവിടെയാണ് യഥാർത്ഥ സന്തോഷമുള്ളത്. ഇതൊരു പരീക്ഷണത്തിന്റെ ജീവിതമാണ്. എന്താ ഇപ്പൊ സങ്കടം വരുമ്പോഴാണ് ആളുകൾ ഉപയോഗിക്കുക. ചില ആളുകൾ ഇത് ഉപയോഗിക്കാനുള്ള കാരണം എന്താ, ജീവിതത്തിലെ സങ്കടങ്ങളും പ്രയാസങ്ങളുമാണ്, സന്തോഷമില്ലാത്തൊരവസ്ഥയാണ്. ഇന്ന് വളരെ എഞ്ചിനീയറിംഗിൻ്റെയും മെഡിക്കൽ കോളേജിലേക്ക് ക്യാമ്പസിൽ വളരെ വ്യാപകമായിട്ടാണ് ഉപയോഗിക്കുന്നത്. കാരണം നിരാശയാണ്, ആർക്കൊരു സന്തോഷമല്ല. എങ്ങനെ സന്തോഷം ഉണ്ടാകുക സഹോദരങ്ങളെ? ഉള്ളതിലേക്കല്ല, ഉള്ളതിലുള്ള സംതൃപ്തി ഇന്ന് ആളുകൾക്ക് കുറവാണ്. എന്താണ് എനിക്കില്ലാത്തത്, മറ്റവൻ എന്താ ഉള്ളത് എന്നാ നോക്കണം അല്ലേ? ഒരു ചങ്ങായി പരീക്ഷ തോറ്റ്, അപ്പം എന്താ തോറ്റോൻ പറയണം, ഓൻ തോറ്റതല്ലോ എൻ്റെ സങ്കടം, മറ്റോൻ ജയിച്ചു എന്നുള്ളതാണ് ഓൻ്റെ സങ്കടം. ആ ഒരു മനസ്സാണ്. നമുക്കില്ലാതെ പോയത്, നമുക്ക് കിട്ടാതെ പോയത്. നമ്മൾക്കെടുത്ത പോലെ പണ്ട് $14 ബില്യൺ ആസ്തിയുള്ള ഒരു ജർമ്മനിയിലെ ഒരു കോടീശ്വരൻ ആത്മഹത്യ ചെയ്താലും വർഷം മുമ്പ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. അപ്പം എന്താ കാരണം അറിയോ? ഒരു ദിവസത്തെ ബിസിനസ്സിൽ എന്തോ വലിയ പ്രശ്നം വന്ന് അയാൾക്ക് $6 ബില്യൺ നഷ്ടം വന്നു. അതിലയാൾ ആത്മഹത്യ ചെയ്തു. അയാൾ നോക്കി, നിങ്ങൾ $14 ബില്യൺ ഉള്ള ഒരാൾക്ക് $6 ബില്യൺ നഷ്ടപ്പെട്ടാൽ ബാക്കി $8 ബില്യൺ കയ്യിലുണ്ട്. 100 തലമുറ ജീവിച്ചാലും തീരൂല $8 ബില്യൺ പറഞ്ഞാൽ. എന്നിട്ട് അയാൾ ആത്മഹത്യ ചെയ്തു. അപ്പൊ എന്താ പ്രശ്നം? നമുക്ക് നഷ്ടപ്പെട്ടതും നമുക്കില്ലാത്തതുമാണ് നോക്കുന്നത്. നമ്മളടുത്ത് എന്തുണ്ട് നോക്കി, നമുക്ക് 2 കണ്ണില്ലേ, കയ്യില്ലേ? നമ്മളിന്ന് രാവിലെ കണ്ട്
ബെഡിന്ന് എണീറ്റ് വന്നില്ല. ഇന്ന് രാവിലെ ഈ നേരം, ഈ സമയം ഞാൻ ഈ പ്രസംഗിക്കുന്ന നേരം വരെ ലോകത്ത് എത്ര ആളുകൾക്ക്, ലക്ഷക്കണക്കിന് ആളുകൾക്ക് സ്ട്രോക്ക് സംഭവിച്ചു, ഒരു ഭാഗം തളർന്നു, സംസാരശേഷി നഷ്ടപ്പെട്ടു. എത്രയോ ആളുകൾക്ക് ഇന്ന് അവരുടെ ലാബ് റിപ്പോർട്ട് കയ്യിൽ കിട്ടി, അവർക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞിരിക്കുകയാണ്. ഇന്ന് രാത്രി അവർ ഉറങ്ങൂല. ഇതൊന്നും നമുക്കില്ല, ഇതൊന്നും നമുക്ക് വന്നിട്ടില്ല. നമ്മൾ 2 കാലുകൊണ്ട് നടന്നു വന്നു. നമുക്ക് അള്ളാഹു എന്തെല്ലാം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പം ഈ നിലനിൽക്കുന്ന അനുഗ്രഹങ്ങളിലേക്ക് നോക്കി നന്ദി കാണിക്കുന്നതിന് പകരം നഷ്ടപ്പെട്ടതോർത്തും കിട്ടാത്തതെന്നോർത്തുകൊണ്ടും സങ്കടപ്പെടുന്ന ഒരു സാഹചര്യമാണ്. കാരണം എന്താണ്? നമ്മൾ നോക്കുന്നത്, യൂട്യൂബിൽ കാണുന്നത് എന്താണ്? ഓൻ ഐഫോൺ 15 ഉണ്ട്, മറ്റോൻ ഈ കാറുണ്ട്, ഓൻ അത് തുറക്കണ വീഡിയോ, ഇത് തുറക്കണ വീഡിയോ. നമുക്കതില്ല, ഇതില്ല. അങ്ങനെ ഇല്ലാത്തതിൻ്റെ സങ്കടങ്ങളും പരിഭവങ്ങളും നമ്മളെ തളർത്തുകയാണ്. അവിടെയാണ് നിരാശ വരുന്നത്, അവിടെയാണ് ആളുകൾ സന്തോഷം തേടി പോകുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതൊരു ചെറിയൊരു ജീവിതമാണ്, വളരെ ചെറിയ ജീവിതം. കുറച്ച് ആൾക്കാർ നേരത്തെ പോകും. ജീവിതത്തിന് 2 ഘട്ടമുണ്ടെന്ന് മനസ്സിലാക്കുക. ഒന്ന് ഈ ദുനിയാവിലെ ചെറിയൊരു ജീവിതം, പിന്നെ മരണത്തിന് ശേഷമുള്ള കാലാകാലത്ത് അറ്റമില്ലാത്ത ജീവിതം. പക്ഷെ ആ ജീവിതത്തിൽ സന്തോഷം കിട്ടണമെങ്കിൽ ഈ ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിക്കണം. അതിന് വളരെ ചെറിയൊരു ജീവിതമുള്ളൂ. അപ്പൊ ഇവിടെ അള്ളാഹു പ്രയാസങ്ങൾ നൽകി, എളുപ്പം നൽകിയൊക്കെ എന്ത് ചെയ്യും? പരീക്ഷിക്കും. അജബല്ലി അംറിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം എന്ത് അത്ഭുതമാണെന്നാണ്. എന്താ അത്ഭുതം? ഒരു ചെറിയ വിഷമുണ്ടായി, അതിന് പടച്ചോനൊരു കൂലി തരും അല്ലേ? ഒരു വെള്ളക്കുപ്പായിട്ട് നിങ്ങളുടെ ഇറങ്ങി വെള്ളിയാഴ്ച ചെയ്യുന്നു, ചെറുതായിട്ട് എന്ത് ചെയ്തു? ഒരു മഞ്ഞളുടെ കറി ഒന്നിങ്ങനെ ആയി, ഒരു വിഷമം അല്ല. ബിരിയാണി ഇന്നപ്പം അച്ചാറിന്റെ ചോപ്പ് ഒരു ഉറ്റൻ ചാടി, വെള്ള ഷർട്ട്, ഇന്ന് പുതിയ ഷർട്ടാ, ഒരു സങ്കടല്ലേ? പുതിയ ഫോണിന്റെ സ്ക്രീനും ഒരു വര മൂണു, ഒരു വിഷമം മനസ്സിൽ. ഒരു വിഷമം വേണ്ട. നിങ്ങളെ വിശ്വാസിയുടെ മനസ്സിനെ ബാധിച്ച ഏതൊരു വിഷമത്തിനും അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകുന്നു. അത് ആഗ്രഹിച്ചാൽ മതി, അതൊന്ന് ആഗ്രഹിച്ചാൽ മതി. നിങ്ങളെ റബ്ബ്, നമ്മുടെ റബ്ബ് നമുക്ക് നൽകും. ഇത്രയും നല്ലൊരു സ്കീം വേറെ ഇവിടെയുള്ള സഹോദരങ്ങളെ. ഏത് പ്രയാസങ്ങൾക്കിടയിലും സന്തോഷിക്കാൻ പറ്റും. വാപ്പ മരിച്ചു, ഒരു ഉറ്റ ആള് മരിച്ചുപോയി, ഒരു ആക്സിഡന്റായി മരിച്ചു, ആ ന്യൂസ് കേൾക്കുകയാണ്, സങ്കടമുണ്ട്. പക്ഷെ ആ സങ്കടത്തിന് അള്ളാഹു പ്രതിഫലം നൽകും. ആ വിഷമത്തിൽ ക്ഷമിക്കുമ്പോൾ അള്ളാഹു സ്വർഗം നൽകുമെന്നാണ്. ഒരു കുട്ടി മരിച്ചുപോയി, അല്ലേ, അൽഹംദുലില്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് സന്തോഷത്തോടെ ഉള്ളിൽ തട്ടി ഒരാൾക്ക് പറയാൻ സാധിച്ചാൽ പടച്ചോൻ സ്വർഗത്തിലൊരു വീട് കൊടുക്കുന്നതാണ്. ഇത്ര നല്ല സ്കീം ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ആത്യന്തികമായി സങ്കടങ്ങളില്ല. ഒരു ക്യാൻസർ രോഗി ഒരിക്കൽ പറഞ്ഞാണ്, വളരെ മോർഫിനൊക്കെ ഇങ്ങനെ കൊടുത്തിട്ട് എത്ര ഡോസ് കൊടുത്തിട്ടോ വേദന കുറയില്ല. പക്ഷെ അയാളെ മുഖത്ത് ചിരിയാണ്. അയാൾ പറഞ്ഞെന്തറിയോ? ഇത് കുറച്ച് സമയമല്ലേ ഉള്ളൂ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അത് തീർന്നില്ലേ. മരിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ നമ്മൾ അങ്ങനെ കേട്ടിട്ടുണ്ടാവില്ല. കാരണം മരിക്കുന്നത് ആശ്വാസമായി കാണുക, അത് വിശ്വാസിക്കല്ലാതെ ആർക്കാ പറ്റുക? ഒരു മരണം എന്നുള്ളതിന് ആശ്വാസമായി കാണാൻ പറ്റുക? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡോക്ടറെ വേദന ഇല്ലല്ലോ, പിന്നെ നമ്മൾ വേദന ഇല്ലാത്ത ലോകത്തേക്കല്ലേ, അവിടെ പടച്ചോ നമുക്ക് ഇതിനൊക്കെ പ്രതിഫലം തരൂലേ എന്ന് പറയും. അള്ളാഹിനെ പറ്റി നല്ലൊരു വിചാരം ഉണ്ടാകുക, അത് ഈ വിശ്വാസത്തിനത് സാധിക്കുള്ളൂ. ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹു മാത്രമാണ് ആരാധിക്കപ്പെടാൻ അർഹനെന്നുള്ള ആ കൃത്യമായ വിശ്വാസം. അത് പഠിപ്പിക്കാനാണ് ഇവിടെ പ്രവാചകന്മാർ വന്നത്, വേദഗ്രന്ഥങ്ങൾ വന്നത്. ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. ഈ 3 കാര്യങ്ങളാണ് ഇതിൻ്റെ മർമ്മം. ഈ പ്രപഞ്ച സൃഷ്ടാവ് നിങ്ങളെയും നിങ്ങളെ മുൻഗാമികളെയും സൃഷ്ടിച്ച ഏകനായ ആ സൃഷ്ടാവിനെ, ആ നിങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ആ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന സൂറത്തുൽ ബഖറയിലെ ആയത്ത്. യാ അയ്യുഹന്നാസ്, മുഴുവൻ മനുഷ്യരോടാ പറഞ്ഞത്, ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണമെന്ന്. ആ റബ്ബാണ് ആരാധിക്കപ്പെടേണ്ടത്, ആ റബ്ബിനെയാണ് അനുസരിക്കേണ്ടത്. ആ റബ്ബിനെ അനുസരിക്കാനാണ്, ആരാധിക്കാനാണ് എന്ത് ചെയ്തത്? അള്ളാഹു പ്രവാചകന്മാരെ അയച്ചത്, എല്ലാ സമൂഹങ്ങളിലേക്കും വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചത്. ഇതിൽ മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, നന്മ ഏതാണ്, തിന്മ ഏതാണ് എന്ന് പറയാൻ. ഇത് മദ്യമാണ്, ഇത് ലഹരിയാണ്, ഇത് ചെറിയ അളവിൽ പോലും നിഷിദ്ധമാണ്, അത് ഉപയോഗിക്കരുത് മനുഷ്യ, അത് നിനക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് പഠിപ്പിക്കാനാണ് പ്രവാചകന്മാർ വന്നത്. അതുകൊണ്ട് ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. അവിടെയാണ് ആത്യന്തികമായ സന്തോഷമുള്ളത്, നിലനിൽക്കുന്ന സന്തോഷം. അവിടെ ഒരു പ്രയാസം ഉണ്ടാവില്ല. അവിടെ ഇതേപോലത്തെ ആസ്വാദനങ്ങൾക്കും സന്തോഷങ്ങൾക്കും ഞാൻ നേരത്തെ പറഞ്ഞ ഷർത്തുകളില്ല. അവിടെ അനന്തമായ സന്തോഷമാണ്. അത് കിട്ടണമെങ്കിൽ എന്തുള്ളൂ? ഈ ജീവിതം, ഈ കുറഞ്ഞൊരു ജീവിതത്തെ അള്ളാഹു പറഞ്ഞ പോലെ, അവൻ്റെ പ്രവാചകൻ പറഞ്ഞ പോലെ ജീവിക്കുക എന്നുള്ളൂ. അത് മനസ്സിൽ ചിലപ്പോൾ നമുക്ക് ശരീരത്തിന് ഇഷ്ടപ്പെടൂല, മനസ്സിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ടാവും. പക്ഷെ അത് എൻ്റെ റബ്ബ് പറഞ്ഞു എന്നുള്ളതാണ്. അള്ളാഹുവിന് അതാണ് ഇഷ്ടം, എൻ്റെ റബ്ബിന് അതാണ് ഇഷ്ടം, അതുകൊണ്ട് എനിക്കതാണ് ഇഷ്ടം. അങ്ങനത്തെ ഒരു മാനസിക അവസ്ഥയിലേക്ക് നമ്മുടെ വിശ്വാസം വളരണം. ആ അള്ളാഹുവിനെ കാണുക,
നോക്കി, അള്ളാഹുവിനെ കാണാൻ, എൻ്റെ റബ്ബിനെ കാണാൻ, എന്നെ സൃഷ്ടിച്ച, എന്നെ പരിപാലിച്ച ഈ കൊറോണയുടെ സമയത്ത് എത്ര ആളുകൾ നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയി സഹോദരങ്ങളെ. എൻ്റെ ക്ലാസ്സിൽ പഠിച്ച 2 കുട്ടികൾ, 10ാം ക്ലാസ്സിൽ പഠിച്ച 2 ആളാണ് മരിച്ചുപോയത്. നമ്മളിവിടെ ബാക്കിയായില്ലേ? അള്ളാഹു നമ്മളോട് അനുഗ്രഹം ചെയ്തില്ലേ സഹോദരൻ? കുറച്ചു കാലം കൂടി അള്ളാഹുവിനെ ആരാധിക്കാൻ അള്ളാഹു നമുക്ക് അവസരം തന്നു. അതുകൊണ്ട് ഈ ജീവിതം നമ്മൾ ധന്യമാക്കുക. ഇതിലെ ഓരോ നിമിഷങ്ങളും വിലപ്പെട്ടതാണ്. ആ സമയം ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. നമുക്ക് മനസ്സിലാക്കും. അള്ളാഹിൻ്റെ റസൂൽ ഒരു ഖബറിൻ്റെ അരികിലൂടെ നടന്നു പോവുകയാണ്. ഒരു ഖബറിൻ്റെ പുതുതായി മറവ് ചെയ്യപ്പെട്ട അവിടെ ഇങ്ങനെ നമ്മളുണ്ടല്ലോ, അപ്പോൾ ഇന്നലെ മറവ് ചെയ്ത ഖബറാണെന്ന് കണ്ടാൽ മനസ്സിലാകും. ആ ഖബറിൻ്റെ അരികിലൂടെ അള്ളാഹിൻ്റെ റസൂൽ കടന്നു പോയപ്പം എന്താണ് അള്ളാഹിൻ്റെ റസൂൽ പറയാണ്, ഈ ഖബറിലുള്ള ആളുകൾ, ഈ ഖബറിലുള്ള ആള് ഇന്ന് മനസ്സിലാക്കി എന്ത്? ഏറ്റവും ഈ ദുനിയാവ് അവർക്ക്, നിങ്ങൾക്ക് ബാക്കിയുള്ള നിങ്ങളുടെ ജീവിതം, സഹാബത്തിനോട് പറയാണ്, നിങ്ങൾക്ക് ബാക്കിയുള്ള നിങ്ങളുടെ ഈ ആയുസ്സുണ്ടല്ലോ, ജീവിതം ഉണ്ടല്ലോ, അതിലേറ്റവും പ്രധാനപ്പെട്ടത് 2 റക്അത്ത് സുന്നത്ത് നമസ്കാരമാണ് എന്ന് ഈ ഖബറാളി ഇപ്പോൾ മനസ്സിലാക്കിയെന്നാണ്. അങ്ങനെ ഒരു നിമിഷം വരും. അയാൾക്ക് അത് റസൂൽ നമ്മളോട് പറയണം എന്തിനാ? സഹാബത്തിനോട് പറയണം എന്തിനാണ്? അയാൾക്ക് ഇനി അമൽ ചെയ്യാനുള്ള അവസരമല്ല. ഇനി അവസരമുള്ളത് നമുക്കാണ്, ജീവിച്ചിരിക്കുന്ന നമുക്കാണ്. ഖബറിലെത്തിയിട്ട് ആ 2 സെക്കൻഡിന്റെ 2 റക്അത്ത് ദുനിയാവിലെ മുഴുവനും നമുക്ക് ലഭിക്കുന്നതിനേക്കാൾ ഖൈറ് ആ 2 റക്അത്തിനാണ് എന്ന് അയാൾ മനസ്സിലാക്കി കിടക്കുകയാണ് ഇപ്പൊ ഖബറിൽ. നമ്മൾ ആ അവസ്ഥയിലേക്ക് ലോക്കായി വരും. അമൽ ചെയ്യാൻ പിന്നെ ചാൻസ് ഉണ്ടാവില്ല. പിന്നെ മക്കൾ വല്ല പ്രാർത്ഥിച്ചാലും, ജാരിയായ വല്ല സ്വതക്ക എവിടെങ്കിലും എന്തെങ്കിലും ഇൽമാർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും സ്വതക്കയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ ഖബറിലേക്ക് വരാനുള്ളൂ, ബാക്കിയൊന്നുമില്ല. ആ ലോക്ക് വീഴുന്നതിന് മുമ്പായി അമൽ ചെയ്യാനുള്ള സമയമാണ്. ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് കൃത്യമായി അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് പ്രവാചകന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ജീവിതത്തിൻ്റെ ലക്ഷ്യം തിരിച്ചറിഞ്ഞുകൊണ്ട്, ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ട് എല്ലാ അള്ളാഹുവിൻ്റെ സകല കൽപ്പനകളെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അവൻ്റെ കൽപ്പനകൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക. അതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം. ആ ഒരു തിരിച്ചറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഏത് പ്രയാസങ്ങളിലാണെങ്കിലും, ലഹരിയിലാണെങ്കിലും, പ്രതിസന്ധിയിലാണെങ്കിലും ആ തിരിച്ചറിവ് വന്നാൽ അതിൽ നിന്നൊരു മോചനം നമുക്ക് സാധ്യമാണ്. അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും അള്ളാഹു ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നാണ് എല്ലാ കൃത്യമായ ശാസ്ത്രീയ പഠനങ്ങളും തെളിയിക്കുന്നതാണ്. അവരിപ്പോൾ ജനങ്ങളോട് കുറച്ചൊരു സ്പിരിച്വാലിറ്റി പറയണമെന്ന്, അഡിക്റ്റായ ആളുകളോട് വേറെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ആത്മീയമായി അവർക്ക് ചില പോഷണങ്ങൾ, ഇൻഫർമേഷൻ നൽകിയാൽ മാത്രമേ രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്ന തലത്തിലാണ് ശാസ്ത്രലോകം തന്നെ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും അത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. അള്ളാഹു ഇത്തരത്തിലുള്ള സംരംഭങ്ങളെ നിലനിർത്തുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.